ഓം ശാന്തി. 24/6/2026 പ്രഭാതമുരളി മധുബാൻ. മാതേശ്വരിജി റിവൈസ് കോഴ്സ് 1957. മുരളിയുടെ ടൈറ്റിൽ: ഈ കർമ്മക്ഷേത്രത്തിൽ കർമ്മം അനാദിയായതാണ്. നിങ്ങൾ കർമ്മം ഉപേക്ഷിക്കേണ്ടതില്ല, പക്ഷെ കർമ്മയോഗി ആകണം. ജഗദംബ മാതാവിന്റെ സ്മൃതി ദിവസം കേൾപ്പിക്കുന്നതിനായി അവർ ഉച്ചരിച്ച മധുര മഹാവാക്യങ്ങൾ. ഈ സൃഷ്ടി ഒരു കർമ്മമണ്ഡലമാണ്. ഇവിടെ ഓരോ ആത്മാവും അവരുടെ ഭാഗം അഭിനയിക്കുന്നു. ഇതിൽ പരമാത്മാവിനും പാർട്ടുണ്ട്. പക്ഷേ ആത്മാക്കളെപ്പോലെ ജനന മരണത്തിൽ വരുന്നില്ല. ആത്മാക്കളെപ്പോലെ പരമാത്മാവിന്റെ കർമ്മത്തിന്റെ കർമ്മക്കണക്ക് വിപരീതമല്ല. ബാബ പറയുന്നു, ഞാൻ ആത്മാക്കളാകുന്ന നിങ്ങളെ മുക്തമാക്കാൻ മാത്രമാണ് വരുന്നത്. അതിനാൽ എന്നെ ലിബറേറ്റർ, ബന്ധനങ്ങളിൽ നിന്ന് മുക്തമാക്കുന്ന ഗതി സദ്ഗതി ദാതാവെന്ന് വിളിക്കുന്നു. ആത്മാവിലുള്ള മായയുടെ ബന്ധനം ഇല്ലാതാക്കി പവിത്രമാക്കുന്നു. എന്നിട്ട് പറയുന്നു, എൻ്റെ കർത്തവ്യമാണ് ആത്മാക്കളെ സർവബന്ധനങ്ങളിൽ നിന്ന് മുക്തമാക്കി തിരികെ കൊണ്ടുപോകുന്നത്. അതിനായി സൃഷ്ടിയുടെ ആദിയിലെ നിയമങ്ങളും ചട്ടങ്ങളും മനസ്സിലാക്കണം. ഈ മനുഷ്യ സൃഷ്ടിയുടെ അഭിവൃദ്ധി എങ്ങനെ ഉണ്ടാകുന്നു? പിന്നീട് ഇത് കുറയുന്ന സമയവും വരുന്നു. അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ അഭിവൃദ്ധി മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ല, കുറയുകയും ചെയ്യുന്നു. സൃഷ്ടിയിലെ ഓരോന്നിനും നിയമമുണ്ട്. നമ്മുടെ ശരീരത്തിനും നിയമമുണ്ട്. ആദ്യം ബാല്യം, പിന്നീട് കൗമാരം, പിന്നീട് യുവാവ്, പിന്നെ വൃദ്ധൻ. വൃദ്ധനാകുന്നതും പെട്ടെന്നല്ല. വൃദ്ധരാകുമ്പോൾ നിഷ്ക്രിയരാകുന്നു. എല്ലാത്തിൻ്റെയും വളർച്ചയ്ക്കും അവസാനത്തിനും നിയമമുണ്ട്. അതുപോലെ സൃഷ്ടിയിലെ തലമുറകൾക്കും നിയമമുണ്ട്. ജീവിതത്തിൻ്റെ ഘട്ടങ്ങൾ ഉള്ളതുപോലെ ജന്മങ്ങൾക്കും ഘട്ടങ്ങൾ ഉണ്ട്. ഏതെല്ലാം തലമുറകൾ കഴിഞ്ഞുവോ അതിനും ഘട്ടങ്ങളുണ്ട്. അതുപോലെ ധർമ്മങ്ങൾക്കും ഘട്ടങ്ങളുണ്ട്. ആദ്യം വരുന്ന ധർമ്മം ഏറ്റവും ശക്തമാണ്. പിന്നീട് ക്രമേണ വരുന്നതിൻ്റെയെല്ലാം ശക്തി കുറവായിരിക്കും. ധർമ്മങ്ങളുടെ വിഭജനവും എല്ലാ കാര്യങ്ങളും നിയമങ്ങൾക്കനുസൃതമായി മുന്നോട്ടു പോകുന്നു. ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം. ഈ കണക്കനുസരിച്ച് ബാബയും പറയുന്നു, ഇതിൽ എൻ്റെയും പാർട്ടുണ്ട്. ഞാനും ഒരാത്മാവാണ്. ഞാൻ എന്ന ഭഗവാൻ വേറൊരു വസ്തുവല്ല. ഞാനും ആത്മാവാണ്. എന്നാൽ എൻ്റെ ജോലി വളരെ വലുതും ഉയർന്നതുമാണ്. അതുകൊണ്ടാണ് എന്നെ ഭഗവാൻ എന്ന് വിളിക്കുന്നത്. ഏതുപോലെ നിങ്ങൾ ആത്മാവാണ്, അതുപോലെയാണ് ഞാനും. ഏതുപോലെ നിങ്ങളുടെ കുട്ടികളും മനുഷ്യരാണ്, നിങ്ങളും മനുഷ്യരാണ്. അതിൽ വ്യത്യാസം ഒന്നുമില്ല. അപ്പോൾ ഞാനും ആത്മാവാണ്. ആത്മാക്കൾ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ കർത്തവ്യങ്ങളിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. അതിനാലാണ് എൻ്റെ കർത്തവ്യം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറയുന്നത്. ഞാൻ പരിധിയുള്ള ഏതെങ്കിലും ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപകനല്ല. ഞാൻ ലോകത്തിൻ്റെ സൃഷ്ടാവാണ്. അവരെല്ലാം ധർമ്മത്തിൻ്റെ സൃഷ്ടാവാണ്. ആ ആത്മാക്കൾ അവരുടെ സമയമാകുമ്പോൾ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ഞാനും എൻ്റെ സമയത്ത് വരുന്നു. എൻ്റെ കർത്തവ്യം വിശാലമായതാണ്. എൻ്റെ കർത്തവ്യം മഹത്തരമായതാണ്. ഏറ്റവും അതുല്യമാണ്. ബാബയെ സർവശക്തിവാൻ എന്നും വിളിക്കുന്നു. ഏറ്റവും ശക്തിശാലിയായ കാര്യമാണ് ആത്മാക്കളെ മായയുടെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുകയും പുതിയ ലോകത്തിൻ്റെ തൈ നടുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഹെവൻലി ഗോഡ് ഫാദർ എന്ന് വിളിക്കുന്നത്.
ക്രിസ്തുവിനെ ക്രിസ്ത്യൻ ധർമ്മത്തിന്റെ പിതാവെന്ന് വിളിക്കും. അദ്ദേഹത്തെ ഹെവൻലി ഗോഡ് ഫാദർ എന്ന് വിളിക്കില്ല. സ്വർഗത്തിന്റെ സ്ഥാപകൻ പരമാത്മാവാണ്. അപ്പോൾ സ്വർഗം ലോകമായില്ലേ? സ്വർഗം ഏതെങ്കിലും ഒരു ധർമ്മം അല്ല. അതിനാൽ ലോകത്തിന്റെ പിതാവായില്ലേ? ആ ലോകത്തിൽ ഒരു മതവും ഒരു രാജ്യവുമായിരിക്കും. എല്ലാ തത്വങ്ങളും പൂർണ്ണമായി മാറിയിരിക്കും. അതുകൊണ്ട് ബാബയെ ഹെവൻലി ഗോഡ് ഫാദർ എന്ന് വിളിക്കുന്നു. രണ്ടാമതായി ഭഗവാൻ സത്യമാണ് എന്ന് പറയുന്നു. എന്നാൽ സത്യം എന്താണ്? ആരിലാണ് സത്യമുള്ളത്? ഇതും മനസ്സിലാക്കി ഇരിക്കേണ്ട കാര്യമാണ്. സത്യം പറയുന്നവനാണ് ഭഗവാൻ എന്ന് പലരും മനസ്സിലാക്കുന്നു. ഭഗവാൻ വേറെ ഏതെങ്കിലും സാധനമല്ല, സത്യം പറയുക മാത്രം ചെയ്യുക. എന്നാൽ അതല്ല ഭഗവാൻ സത്യമാണ് എന്നതിൻ്റെ അർത്ഥമാണ്. ഭഗവാൻ തന്നെ വന്ന് എല്ലാ കാര്യങ്ങളുടെയും സത്യാവസ്ഥ പറഞ്ഞു തന്നു. ഭഗവാൻ സത്യമാണ് എന്നാൽ ഭഗവാനാണ് സത്യം പറഞ്ഞു തരുന്നത്. അതിൽ സത്യത ഉണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെ നോളജ്ഫുൾ എന്ന് പറയുന്നത്. ജ്ഞാനസാഗരം, ആനന്ദത്തിന്റെ സാഗരം ഭഗവാൻ അറിയാം. എങ്കിൽ തീർച്ചയായും എന്തെങ്കിലും അറിവിന്റെ കാര്യമാണ്. എങ്കിൽ അത് ഏത് അറിവാണ്? ഇവൻ മോഷ്ടിച്ചു, ഭഗവാൻ അറിയും എന്നല്ല, എല്ലാം അറിയുന്നവനാണ് എന്ന മഹിമ ഉണ്ടല്ലോ. അത് ഇതിനാലാണ് താഴെ വീണുപോയ നമ്മുടെ ഈ ലോകത്തിനെ എങ്ങനെ മുകളിലേക്ക് ഉയർത്താം. ഈ ചക്രത്തിന്റെ കാര്യങ്ങൾ അറിയുന്നതിനാലാണ് ഭഗവാൻ അറിയാം എന്ന് പറയുന്നത്. പരമാത്മാവിന്റെ മഹിമ അങ്ങനെയുള്ളതാണ്. അത് എല്ലാ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമാണ്. മനുഷ്യന്റെ അറിവ് പരിധിയുള്ളതാണ്. മനുഷ്യൻ അല്പജ്ഞനാണ്, അതായത് പരിമിതമായ അറിവുള്ളവനാണ്. ഇങ്ങനെയാണ് പറയുന്നത്. പരമാത്മാവിനെ സർവജ്ഞൻ എന്നും പറയുന്നു. ഇംഗ്ലീഷിൽ അതിനെ നോളജ്ഫുൾ എന്ന് പറയുന്നു. അതായത് സർവ്വതും അറിയുന്നവൻ. അതിനാൽ സർവജ്ഞനായ ഒരാൾക്കേ സത്യം അറിയാൻ കഴിയുള്ളൂ. ആരുടെ അടുത്താണോ യഥാർത്ഥ കാര്യങ്ങളുടെ അറിവുള്ളത്, അവർ അത് തീർച്ചയായും എല്ലാവർക്കും നൽകും. അറിവുണ്ടായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാതെയിരുന്നാൽ അതിലൂടെ നമുക്ക് എന്ത് പ്രയോജനമാണ്? അറിവ് ഉണ്ടാകട്ടെ. അല്ല, ആ അറിവിലൂടെ നമുക്ക് നേട്ടമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബാബയുടെ മഹിമകൾ പാടുന്നത്, പിന്നാലെ കൂടുന്നത്. ഇപ്പോൾ എന്തുണ്ടായാലും ഹേ ഭഗവാനെ എന്ന് വിളിക്കും. ഇപ്പോൾ നീ ഇത് ചെയ്യണം, നന്മ ചെയ്യണം, കരുണ കാണിക്കണം, എൻ്റെ ദുഃഖം ദൂരെയാക്കൂ, ഇങ്ങനെയെല്ലാം അപേക്ഷിക്കുന്നുണ്ടല്ലോ. ഏതോ സംബന്ധമുള്ളതിനാലാണ് ഈ രീതിയിൽ ഓർമ്മിക്കുന്നത്. നമ്മളോട് ഏതോ ഉപകാരം ചെയ്തതുപോലെ. ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് അതിനായി മെനക്കെടുന്നത്? വലിയ പ്രതിസന്ധിയുടെ സമയത്ത് ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ ഹൃദയത്തിൽ കാണും, വലിയ പ്രതിസന്ധിയുടെ സമയത്ത് ഇവർ എന്നെ സഹായിച്ചതാണ് എന്ന്. ആവശ്യമുള്ള സമയത്ത് എന്നെ രക്ഷിച്ചിരുന്നു. അതിനാലാണ് ഹൃദയത്തിൽ അവരെ പ്രതി സ്നേഹമുള്ളത്. പരമാത്മാവിനെ പ്രതിയും അതുപോലെ സ്നേഹമാണുള്ളത്. നമ്മളെ സമയത്തിന് സഹായിച്ചതാണ്. എപ്പോഴെങ്കിലും ഏതെങ്കിലും മനുഷ്യരുടെ നന്മ സംഭവിക്കുമ്പോൾ ഭഗവാൻ ചെയ്തതാണ്. എന്നാൽ അങ്ങനെയല്ല. ഭഗവാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഭഗവാന്റേത് വലിയ പ്രവൃത്തികളാണ്, ലോകത്തിന്റെ കാര്യങ്ങളാണ്, ലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അല്ലാതെ ഒരാൾക്ക് കുറച്ചു പൈസ കിട്ടിയാൽ അത് ഭഗവാൻ ചെയ്തതാണ്, നമ്മളും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ആ കർമ്മത്തിന്റെ ഫലം കിട്ടുന്നു. നല്ലതും ചീത്തയുമായ പ്രവൃത്തികളുടെ കണക്ക് ഉണ്ടാകുന്നുണ്ട്, അതിൻ്റെയും നമ്മൾ നേടുന്നുണ്ട്.
പരമാത്മാവ് വന്ന് ഏത് കർമ്മമാണോ പഠിപ്പിച്ചത് അതിന്റെ ഫലം വേറെയാണ്. ബുദ്ധിയുടെ അടിസ്ഥാനത്തിലും അല്പകാലത്തെ സുഖം കിട്ടുന്നുണ്ട്. പരമാത്മാവ് നൽകിയ ജ്ഞാനത്തിലൂടെ നമ്മൾ സദാ സുഖം പ്രാപ്തമാക്കുന്നു. പരമാത്മാവിന്റെ പ്രവൃത്തി വ്യത്യസ്തമല്ലേ? അതിനാലാണ് പറയുന്നത്, ഞാൻ മാത്രമാണ് കർമ്മത്തിന്റെ യഥാർത്ഥ ജ്ഞാനം നൽകുന്നത്. അതിനെയാണ് പറയുന്നത് കർമ്മയോഗം ശ്രേഷ്ഠമായതാണ്. ഇതിൽ കർമ്മത്തെയോ ഗൃഹസ്ഥ ജീവിതത്തെയോ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സ്വന്തം കർമ്മം എങ്ങനെ പവിത്രമാക്കും? അതിന്റെ ജ്ഞാനം പറഞ്ഞു തരുന്നത് ഞാനാണ്. അതിനാൽ കർമ്മം പവിത്രമാക്കണം. കർമ്മം ഉപേക്ഷിക്കരുത്. കർമ്മം അനാദിയായതാണ്. ഈ കർമ്മക്ഷേത്രവും അനാദിയായതാണ്. മനുഷ്യർ ഉണ്ടെങ്കിൽ കർമ്മവുമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ആ കർമ്മം എങ്ങനെ ശ്രേഷ്ഠമാക്കാൻ കഴിയും? അത് വന്ന് പഠിപ്പിക്കുന്നു. അതിലൂടെ നിങ്ങളുടെ കർമ്മത്തിന്റെ കണക്ക് ആ കർമ്മമായിരിക്കുന്നു. ആ കർമ്മത്തിന്റെ അർത്ഥമാണ് മോശമായ കണക്കുകളൊന്നും ഉണ്ടാകുന്നില്ല. ബാബ പറയുന്നു, ഞാൻ ഈ ചെറിയ സംഗമയുഗത്തിൽ നിങ്ങളുടെ ദേശമായ ഈ ഭൗതിക ലോകത്തിൽ നിങ്ങൾക്ക് വേണ്ടി വന്നതാണ്. അതുകൊണ്ട് ബാക്കിയുള്ള വളരെ കുറച്ചു സമയം നമ്മളെ ശ്രദ്ധിക്കൂ. ബാബയുടേതായെങ്കിൽ കുറഞ്ഞത് ഇത്രയും സമയം ശുദ്ധമായിരിക്കൂ. പിന്നെ നിങ്ങൾക്ക് അത്രയും പ്രാപ്തികൾ ലഭിക്കും. ആ ലോകത്തിൽ നിങ്ങൾക്ക് പരിശ്രമിക്കേണ്ടതായി വരില്ല. ഇപ്പോൾ കുറച്ച് പരിശ്രമിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ എങ്ങനെയും മരിക്കേണ്ടതായി വന്നാലും പവിത്രമായി ഇരിക്കുന്നതിൻ്റെ പ്രതിജ്ഞ ചെയ്യൂ. നിങ്ങൾ ദൃഢതയോടെ ഇരിക്കൂ. നിങ്ങളുടെ ധാരണകൾ അനുസരിച്ചിരിക്കാൻ പൂർണ്ണമായും പരിശ്രമിക്കൂ. ബാബ നിങ്ങളോട് വ്യക്തമായി പറയുന്നു, നിങ്ങൾ ഈ കുറച്ചു സമയത്തേക്ക് ഈ പരിശ്രമം ചെയ്യൂ. മറ്റൊരു പരിശ്രമവും ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല. നിങ്ങളുടെ പ്രാപ്തിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു പരിശ്രമമല്ല. ഇത് ഞാൻ ചെയ്യും, അത് ചെയ്യും, ലോകം എന്തു പറയും, അവരെന്തു പറയും, ലോകം എന്തു പറയുമെന്നത് വിട്ടേക്കൂ. ഈ ലോകം ഇപ്പോൾ ഇല്ലാതാകാൻ പോകുന്നു. ഇപ്പോൾ മരണം മുന്നിൽ നിൽക്കുന്നു. ഞങ്ങൾ ഇത്രയും വിപുലമായി ചെയ്യുന്നതെല്ലാം പാഴാക്കലാണ്. ഇപ്പോൾ ബാബ പറയുന്നു, ഈ പാഴായി പോകുന്നത് സംരക്ഷിക്കുക. ശരീരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായത് ചെയ്യൂ. നിങ്ങളുടെ രചനകളുമായി എത്ര കർമ്മക്കണക്കുകളുണ്ടോ അത്രയും ചെയ്യൂ. ഞാൻ എങ്ങനെ സംരക്ഷിക്കും? ഇവരെ നിങ്ങൾ തന്നെ സംരക്ഷിക്കണം. അത്യാവശ്യ കാര്യങ്ങൾക്കായി നിങ്ങളെ സ്വതന്ത്രരാക്കുന്നു. ഇപ്പോൾ കൂടുതലായി രചിക്കുന്നതിൽ നിങ്ങളെ വിലക്കുന്നു. കാരണം ഇപ്പോൾ അതെല്ലാം തകരാൻ പോകുന്നു. എന്തിനാണ് നിങ്ങൾ സമയം പാഴാക്കുന്നത്? ഈ വ്യർത്ഥമായ കെണികൾ കാരണം നിങ്ങൾ ദുഃഖിതരാണ്. ആ കെണികളിൽ നിന്ന് എങ്ങനെ നിങ്ങൾ രക്ഷപ്പെടും? അതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ അനേകം ഒഴിവുകഴിവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് എവിടത്തെ രീതിയാണ്? എന്നിട്ടും ബാബ നിങ്ങളോട് പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ നേരിട്ട് വിരൽ തരുന്നില്ലെങ്കിൽ, കൈ തരുന്നില്ലെങ്കിൽ പിന്നെ മൂക്കിൽ പിടിച്ചുകൊണ്ട് പോകും. മൂക്ക് പിടിച്ചാൽ പിന്നെ ശ്വാസം മുട്ടും, ദുഃഖമുണ്ടാകും, ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ കൈകൾ കോർത്തു പിടിച്ച് നേരെ നടക്കേണ്ട സമയം വന്നു കഴിഞ്ഞു. നേരെ നടക്കുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ കൈകളിൽ നിങ്ങളുടെ മൂക്കും വരും. പിന്നെ നോക്കിക്കോളൂ. ആ സമയത്ത് പിന്നെ ഒന്നും നടക്കില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനാൽ ബാബ പറയുകയാണ്, കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾ എൻ്റേതായി എൻ്റെ അടുത്ത് എത്തി, എൻ്റെ കാര്യങ്ങൾ കേട്ടു. എന്നിട്ടും ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ അതിനായി വളരെ കഠിനമായ ശിക്ഷകൾ ഉണ്ട്. അറിവില്ലാത്തവരുടെ കാര്യം വ്യത്യസ്തമാണ്. ആർക്കാണോ അറിയുന്നത്
കേട്ടിരുന്നിട്ട് ഇതേ കാര്യങ്ങൾ തെറ്റിക്കുകയാണെങ്കിൽ അവരെ വെറുതെ വിടില്ല. 10% നേട്ടമുള്ളതുപോലെ 10 മടങ്ങ് നഷ്ടവും ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ നഷ്ടവും കുറവുകളും നല്ല രീതിയിൽ മനസ്സിലാക്കൂ. നല്ലവണ്ണം നിങ്ങളുടെ ബുദ്ധി കുറച്ചൊക്കെ തുറക്കൂ. ഇപ്പോൾ ബാബയുമായി ബുദ്ധിയോഗം വെച്ചാൽ ശക്തി ലഭിക്കും. അതിനാൽ ഈ എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കൂ, മറക്കരുത്. ഇപ്പോഴത്തെ ഈ സമയത്തെ തിരിച്ചറിയൂ. കണ്ണുകൾ കുറച്ചു തുറക്കൂ. പൂർണ്ണമായി സമയത്തിന്റെ പ്രയോജനം എടുക്കൂ. നിങ്ങളുടെ മുഴുവൻ ഭാഗ്യവും ഉണർത്തൂ. ഏതുപോലെയാണോ കൂട്ടുകെട്ട് അതുപോലെയാണ് നിറം എന്ന് പറയാറുണ്ട്. അതിനാൽ ഇപ്പോൾ ഈ ധാരണ പൂർണ്ണമായി ഇല്ലാത്തവർക്ക് മായയുടെ കൂട്ടുകെട്ടിന്റെ നിറം പിടിപെടും. അതുകൊണ്ടാണ് തിന്മ കേൾക്കരുത്, തിന്മ കാണരുത്, തിന്മ പറയരുത് എന്ന് പറയുന്നത്. അങ്ങനെ പല തിന്മകളും ഉണ്ട്. ഇവിടെയും പലരും ഉപേക്ഷിക്കുന്നില്ല. പിന്നീട് പരസ്പരം സംഘദോഷത്തിലേക്ക് വരുന്നു. സംഘദോഷത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കാൻ പറയുന്നു. പുറത്താണ് സംഘദോഷം, ഇവിടെയില്ല എന്ന് വിചാരിക്കരുത്. അല്ല, ഇവിടെയും അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. കാരണം അവരുടെ രാജ്യമാണല്ലോ. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, നല്ല രീതിയിൽ കവചം ധരിച്ചിരിക്കൂ. കവചമുണ്ടെങ്കിൽ വെടി ഏൽക്കില്ല. യോഗത്തിന്റെ കവചമാണ്, ജ്ഞാനത്തിന്റെ വാളാണ്. ഈ എല്ലാ ശാസ്ത്രങ്ങളും നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിൽ സൂക്ഷിച്ചു വയ്ക്കൂ. ചെയ്യുന്നവർ നേടുന്നു എന്ന് പറയുന്നു. ഇത് ഭാവിയിലേക്കുള്ള പ്രാപ്തികൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇവിടെ പ്രാപ്തികൾ അനുഭവിക്കേണ്ടതില്ലല്ലോ. ഇവിടെ ആരും ഗുരുവായിട്ട് ഇരിക്കുന്നില്ല. ഇതിലാരും തെറ്റായി മനസ്സിലാക്കരുത്. അതിനാലാണ് ഇതെല്ലാം മനസ്സിലാക്കി തരുന്നത്. ഈ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയിൽ വെച്ച് സ്വയം സുരക്ഷിതരായിരിക്കണം. ഇവിടെ ചിലവുകളുടെ ഒന്നും കാര്യങ്ങൾ പാടില്ല. ഈ എല്ലാ ചിലവുകളും മറ്റുള്ളവരുടെ മംഗളത്തിനായി ഉപയോഗിക്കണം. എല്ലാവരും ഓരോ പൈസയും ഈ കാര്യത്തിനായി ഉപയോഗിക്കണം. ശരി, അങ്ങനെയുള്ള ബാബ്ദാദയുടെയും മധുരമായ മമ്മയുടെയും വളരെ നന്നായി ശ്രദ്ധയോടെ ഇരിക്കുന്ന കുട്ടികൾക്ക് സ്നേഹസ്മരണകളും ഗുഡ് മോർണിംഗും. ശരി. ചോദ്യം: മമ്മ, മുന്നോട്ടു പോകുന്തോറും ഉയർന്ന അവസ്ഥയിൽ എങ്ങനെ സ്ഥിതി ചെയ്യാൻ കഴിയും? ഉത്തരം: യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം സ്വാഭാവികമായി യോഗത്തിൻ്റെതായിരിക്കണം. കാരണം യോഗമാണ് നിശ്ചയം. ഓരോ നിമിഷവും നിശ്ചയം നിലനിർത്തി പ്രായോഗിക സ്വരൂപമാകണം. നിശ്ചയരൂപമായി കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യൂ. സ്ഥൂലമായ കർമ്മേന്ദ്രിയങ്ങൾ എന്ത് കാര്യം ചെയ്തുകൊണ്ടിരുന്നാലും സ്വയം ആ സുഖസ്വരൂപ അവസ്ഥയിൽ ലവ്ലീനമായിരിക്കണം. നിങ്ങളുടെ മുഖം സദാ സുഖസ്വരൂപവും രമണീകവുമായി കാണപ്പെടണം. ഒരു അശുദ്ധ സങ്കല്പമോ വികൽപ്പമോ വരരുത്. ഈശ്വരീയ ആനന്ദത്തിൽ ആന്തരിക മഗ്ന അവസ്ഥയിൽ ഇരിക്കൂ. പിന്നീട് ഒരു അശുദ്ധ സങ്കല്പങ്ങളും വികൽപ്പങ്ങളും ഉണ്ടാവുകയില്ല. ശുദ്ധമായ പവിത്രഭൂമിയിൽ ഏതെല്ലാം സങ്കല്പങ്ങളാണോ ഉണ്ടാകുന്നത് അത് ലോകമംഗളത്തിനും നിങ്ങളുടെ നന്മയ്ക്കും വേണ്ടിയുള്ളതായിരിക്കും. ഇത് വളരെ മധുരമായതും സുന്ദരവുമായ അവസ്ഥയാണ്. ഇത് സമയമാകുമ്പോൾ സഹായിക്കുന്നു. അങ്ങനെ അലൗകികവും മധുരവുമായ പവിത്ര ജീവിതം നയിക്കുന്നതിനായുള്ള സുവർണ അവസരം ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാക്കുന്നതിനായി കുറച്ച് പരിശ്രമിക്കൂ. നമ്മൾ യോഗത്തിലിരിക്കുമ്പോൾ ഉള്ളിൽ മന്ത്രജപമോ പൂജയോ തുടങ്ങിയവയൊന്നും ചെയ്യുന്നില്ല.
ഭക്തിമാർഗത്തിൽ ചിലരൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, മാല ജപിക്കുന്നു, മൂർത്തി മുന്നിൽ വെച്ച് പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. സർവ്വതും ഉള്ളിൻ്റെ ഉള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനെ മനസാ പൂജ എന്ന് പറയുന്നു. എന്നാൽ യോഗത്തിൽ നമ്മൾ നമ്മുടെ സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് സുഖസ്വരൂപമാകുന്നു. നമ്മുടെ മനസ്സ് സഹിതം സർവകർമ്മേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ഏകാഗ്രചിത്തരായി ഈശ്വരീയ സുഖസ്വരൂപരായി മാറുന്നു. അതിനുള്ള യോഗത്തിന്റെ സമയം വ്യക്തിപരമായി നിശ്ചിതപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു സമയത്തിരുന്ന് അഭ്യസിക്കുന്നു. വ്യക്ത കാര്യങ്ങളിൽ നിന്ന് ബന്ധം വേർപെടുത്തി അവ്യക്ത ബന്ധവുമായി ബന്ധം യോജിപ്പിച്ച് വെക്കണം. എങ്കിൽ ഓർമ്മ സഹജമായി മാറും. ശരി. ഓം ശാന്തി. വരദാനം: ബാപ്ദാദയുടെ കൂട്ടുകെട്ടിലൂടെ മായയെ അകലെ നിന്ന് തന്നെ അബോധാവസ്ഥയിലാക്കുന്ന മായാജീത്തും ജഗത് ജീത്തുമായി ഭവിക്കട്ടെ. ബാബയുടെ സ്നേഹിയായതുപോലെ ബാബയെ കൂട്ടുകാരനാക്കൂ. എങ്കിൽ മായ അകലെ നിന്നും അബോധാവസ്ഥയിലാകും. ഏറ്റവും ആദ്യത്തെ വാഗ്ദാനമാണ് നിന്റെ കൂടെ കഴിയും, നിന്റെ കൂടെ ഇരിക്കും, നിന്റെ കൂടെ ആത്മാവിനെ സന്തോഷിപ്പിക്കും. ഈ വാഗ്ദാനം അനുസരിച്ച് ഓരോ കാര്യവും ബാബയുടെ കൂടെ ചെയ്യുകയാണെങ്കിൽ മായയ്ക്ക് ശല്യം ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ നാശം സംഭവിക്കും. കൂട്ടുകാരനെ സദാ കൂടെ വയ്ക്കൂ. കൂടെയുണ്ടെങ്കിൽ ശക്തിയിലൂടെ അല്ലെങ്കിൽ മിലനത്തിൽ മഗ്നമായി ഇരിക്കുന്നതിലൂടെ മായാജീത്തും ജഗത് ജീത്തുമായി മാറും. സ്ലോഗൻ: നിങ്ങളുടെ ഉയർന്ന വൃത്തിയിലൂടെ പ്രവൃത്തിയും സാഹചര്യങ്ങളും പരിവർത്തനമാക്കൂ. അവ്യക്ത സൂചന: സദാ ഹർഷിതരായിരിക്കുന്നതിനായി നിങ്ങളുടെ സ്വഭാവം സരളമാക്കൂ, സഹനശീലത ഉള്ളവരാകൂ. അവ്യക്ത സ്ഥിതിയാകുന്ന ദർപ്പണം വൃത്തിയുള്ളതും സ്പഷ്ടവുമാക്കുന്നതിനായി സരളത, ശ്രേഷ്ഠത, സഹനശീലത ഈ 3 കാര്യങ്ങളിൽ ശ്രദ്ധിക്കൂ. മുന്നിൽ ഒരു കാര്യത്തിൻ്റെയെങ്കിലും കുറവ് വന്നാൽ ദർപ്പണത്തിലും കുറവിൻ്റെ കറ കാണപ്പെടും. അതിനാൽ ഏത് കാര്യം ചെയ്താലും അതിൽ സാധാരണത കാണപ്പെടരുത്. സാധാരണതയെ ശ്രേഷ്ഠതയിലേക്ക് പരിവർത്തനമാക്കൂ. ഓരോ കാര്യത്തിലും സഹനശീലതയും വാക്കിൽ സരളതയും ധാരണ ചെയ്യൂ. അപ്പോൾ സേവനത്തിൽ സഫലത ദൃശ്യമാകും. ഓം ശാന്തി.